നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 30 ആണ്. ഇന്ന് പഠിക്കേണ്ട SCERT ചാപ്റ്റർ SCERT ഫിസിക്സ് 10th സ്റ്റാൻഡേർഡ് ഫിസിക്സ് ചാപ്റ്റർ 2 വൈദ്യുത കാന്തിക ഫലം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒരുപാട് ചോദ്യങ്ങൾ PSCക്ക് ചോദിക്കാൻ ചാൻസ് കൊടുക്കുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ പഠിക്കാം, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക, ഫാമിലി മെമ്പർ ആവാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ടെൻത്ത് സ്റ്റാൻഡേർഡ് ഫിസിക്സ് ചാപ്റ്റർ 2 വൈദ്യുത കാന്തിക ഫലം. ഇതില് മെയിനായിട്ട് കാന്തങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ ആദ്യത്തെ ഒരു ചിത്രത്തിലെ രണ്ട് പിള്ളേർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ഇതില് മോട്ടോർ കാണിച്ചിട്ട് ഒരു കുട്ടി പറയാ, ഈ മോട്ടോറിലും ഫാനിലും എല്ലാം ഇത്രയധികം കമ്പി ചുരുളുകൾ എന്തിനാണാവോ? അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു കൊടുക്കുക, അവ കാന്തശക്തി വർദ്ധിപ്പിക്കാനാണ്. കാന്തം ഇതൊരു ബാർ മാഗ്നറ്റ് ആണ്. കാന്തത്തിന് 2 പോളുണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും. ഈ കാന്തത്തിന് ചുറ്റും എന്തുണ്ട്? കാന്തിക മണ്ഡലമുണ്ട്. കാന്തിക മണ്ഡലം. അപ്പൊ കാന്തിക മണ്ഡലത്തെയാണ് ഇങ്ങനെ ഈ ലൈൻസ് വെച്ചിട്ട് ലൈൻസ് വെച്ചിട്ട് എന്ത് ചെയ്തേക്കുന്നത്? റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അപ്പൊ കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വൈദ്യുത കാന്തത്തിന്റെ ചാലക ചുരുളുകളിലൂടെയുള്ള വൈദ്യുത പ്രവാഹം മൂലം ചുരുളുകൾക്ക് ചുറ്റും രൂപപ്പെടുന്നതാണ് കാന്തിക മണ്ഡലം. കാന്തിക മണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വൈദ്യുത കാന്തത്തിലെ ചാലക ചുരുളുകളിലൂടെയുള്ള വൈദ്യുത പ്രവാഹം മൂലം ചുരുളുകൾക്ക് ചുറ്റും രൂപപ്പെടുന്നതാണ് കാന്തിക മണ്ഡലം. ഈ ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ഇദ്ദേഹത്തിലെ വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനടുത്തിരിക്കുന്ന കാന്തസൂചിക്ക് വിഭ്രംശം ഉണ്ടാകുമെന്ന് 1820 കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്? ഈസ്റ്റഡ്. ഈസ്റ്റഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനടുത്തിരിക്കുന്ന കാന്തസൂചിക്ക് എന്താ അനക്കം സംഭവിക്കും, വിഭ്രംശം ഉണ്ടാകും എന്ന് 1820 ഇദ്ദേഹം കണ്ടെത്തിയത്. ഇങ്ങനെ ഇദ്ദേഹം വൈദ്യുതിയും കാന്തികതയും തമ്മിൽ, ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ വൈദ്യുതിയും കാന്തികതയും തമ്മിൽ എന്ന് വെച്ചാൽ വൈദ്യുതി കടത്തിവിടുമ്പോൾ അല്ലെങ്കിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ കാന്തസൂചിക്ക് അനക്കം വരും എന്നുണ്ടെങ്കിൽ വൈദ്യുതിയും കാന്തവും തമ്മിൽ അല്ലെങ്കിൽ വൈദ്യുതിയും കാന്തികതയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഇദ്ദേഹം കണ്ടെത്തി. അപ്പോൾ വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് ആദ്യമായി മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് ആര്? ഈസ്റ്റഡ്. ഇനി ഏത് ശാസ്ത്രജ്ഞന്റെ പരീക്ഷണങ്ങളാണ് ഇന്ന് ഉപയോഗിക്കുന്ന റേഡിയോ, TV, ഫൈബർ ഒപ്റ്റിക്സ് തുടങ്ങിയ ടെക്നോളജികൾക്ക് തുടക്കമിട്ടത്? അതും ഈസ്റ്റഡിന്റെ പരീക്ഷണങ്ങൾ തന്നെയാണ്. പിന്നെ കാന്തിക മണ്ഡലത്തിന്റെ തീവ്രത, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഈസ്റ്റഡ് തന്നെയാണ്. അപ്പോൾ ഈസ്റ്റഡ് നൽകിയത് ഇദ്ദേഹത്തെ ഒന്ന് ആദരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ട് കാന്തിക മണ്ഡലത്തിന്റെ തീവ്രതയുടെ CGS യൂണിറ്റ് എന്താണ്? ഈസ്റ്റഡ് ആണ്. ഈസ്റ്റഡ്. അപ്പോൾ ഈ കാന്തങ്ങളുടെ ധ്രുവത കണ്ടെത്താൻ സഹായിക്കുന്നത് എന്താ? മാഗ്നറ്റിക് കോമ്പസാ. ധ്രുവത എന്ന് വെച്ചാൽ പൊളാരിറ്റി. അപ്പൊ കാന്തങ്ങളുടെ ധ്രുവത കണ്ടെത്താൻ സഹായിക്കുന്ന ഡിവൈസ് ഏതാണ് എന്ന് ചോദിച്ചാൽ മാഗ്നറ്റിക് കോമ്പസ് ആണ്. മാഗ്നറ്റിക് കോമ്പസ്. ഇനി വേറൊരു സയന്റിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. ഈ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ വലത് കൈ പെരുവിരൽ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? വലത് കൈ പെരുവിരൽ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. വലത് കൈ പെരുവിരൽ നിയമം എന്നാൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. എന്താ ഈ വലത് കൈ പെരുവിരൽ നിയമം, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് വെച്ചാൽ എന്താ? നമ്മളെ തള്ളവിരലില്ലേ, ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. തള്ളവിരല് വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്ക രീതിയിൽ ചാലകത്തെ വലത് കൈ കൊണ്ട് പിടിക്കുന്നതായി സങ്കല്പിച്ചാൽ
ചാലകത്തെ ചുറ്റിപ്പിടിച്ച മറ്റ് വിരലുകൾ കാന്തിക മണ്ഡലത്തിന്റെ ദിശയിലായിരിക്കും. അപ്പൊ ഈ വലത് കൈയിലെ തള്ളവിരൽ എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്ക രീതിയിൽ വൈദ്യുത പ്രവാഹ ദിശയുടെ ഡയറക്ഷനെ സൂചിപ്പിച്ചാൽ അതിന് ചുറ്റുമുള്ള, അതായത് നമ്മുടെ ഈ വിരലില്ലേ, ബാക്കി വിരലെന്ന് വെച്ചാൽ ഇതിന് ചുറ്റുമുള്ള എന്തിനെ സൂചിപ്പിക്കുന്നു? കാന്തിക മണ്ഡലത്തിന്റെ ദിശയെ സൂചിപ്പിക്കുന്നു. ഇതാണ് വലത് കൈ പെരുവിരൽ നിയമം. ഇത് വലംപിരി സ്ക്രൂ നിയമം എന്നും അറിയപ്പെടുന്നു. വലംപിരി സ്ക്രൂ നിയമം എന്ന് വെച്ചാൽ എന്താ? റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ വലംപിരി സ്ക്രൂ നിയമം എന്താ പറയുന്നത്? ഒരു വലംപിരി സ്ക്രൂ തിരിച്ചു മുറുക്കുമ്പോൾ സ്ക്രൂ നീങ്ങുന്ന ദിശ വൈദ്യുത പ്രവാഹ ദിശയായി പരിഗണിച്ചാൽ സ്ക്രൂ തിരിയുന്ന ദിശ കാന്തിക മണ്ഡലത്തിന്റെ ദിശയെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഈ റൂളില് എന്തൊക്കെ രണ്ട് കാര്യങ്ങളെ പറഞ്ഞേക്കുന്നത്? വൈദ്യുത പ്രവാഹ ദിശയും അതുപോലെ കാന്തിക മണ്ഡലത്തിന്റെ ദിശയും, ഈ രണ്ട് സാധനങ്ങളുടെ ബന്ധമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇപ്പൊ തള്ളവിരല് വെക്കുന്നത് പോലെ തന്നെയാണ് ഇങ്ങനെ ഒരു വലംപിരി സ്ക്രൂവിന്റെ കാര്യം. ഈ വലംപിരി സ്ക്രൂ ഇങ്ങനെ തിരിച്ചു മുറുക്കുമ്പോൾ സ്ക്രൂ നീങ്ങുന്ന ദിശയിൽ വൈദ്യുത പ്രവാഹ ദിശയായി പരിഗണിച്ചാൽ സ്ക്രൂ തിരിയുന്ന ദിശ എന്തായിരിക്കും? കാന്തിക മണ്ഡലത്തിന്റെ ദിശയെ ആയിരിക്കും സൂചിപ്പിക്കുന്നത്. ഇനി കാന്തിക മണ്ഡലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ ഒരു എക്സ്പെരിമെന്റ് വഴി കണ്ടെത്തിയതാണ്. ഈ കാന്തിക മണ്ഡലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ? ചുറ്റുകളുടെ എണ്ണവും അതുപോലെ വൈദ്യുത പ്രവാഹ തീവ്രതയും. അപ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്ന വലയങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ചാലകത്തിലെ കറണ്ട് വർദ്ധിക്കുമ്പോഴും കാന്തിക മണ്ഡലത്തിന്റെ ശക്തി വർദ്ധിക്കുന്നു. അപ്പൊ കാന്തിക മണ്ഡലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ? ചുറ്റുകളുടെ എണ്ണം എന്ന് വെച്ചാൽ കമ്പി ചുരുളുകളുടെ എണ്ണവും അതുപോലെ വൈദ്യുത പ്രവാഹ തീവ്രതയുമാണ്. അപ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്ന വലയങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ചാലകത്തിലെ കറണ്ട് വർദ്ധിക്കുമ്പോഴും കാന്തിക മണ്ഡലത്തിന്റെ ശക്തിയും കൂടുന്നുണ്ട്. ഇങ്ങനെ ഈ വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കമ്പി ചുരുളുകൾക്ക് പറയുന്ന പേരാണ് സോളിനോയിഡ്. ഇതാണ് സോളിനോയിഡ്. വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കമ്പി ചുരുളുകൾക്ക് പറയുന്ന പേരെന്താ? സോളിനോയിഡ് ആണ്. ഈ സോളിനോയിഡിലെ ചെമ്പ് കമ്പി ഉപയോഗിച്ച് നിർമ്മിക്കാറുണ്ട്. അപ്പൊ ഈ ചെമ്പ് കമ്പി ഉപയോഗിച്ച് നിർമ്മിച്ച ഈ സോളിനോയിഡില് പച്ചിരുമ്പ് ഇങ്ങനെ അകത്തോട്ടെ പച്ചിരുമ്പ് കയറ്റി വെച്ചാക്കുക. പച്ചിരുമ്പ് കോർ വെച്ച ശേഷം സെല്ലിൽ നിന്നും വൈദ്യുതി കടത്തിവിട്ടാൽ ഇതൊരു കാന്തമായിട്ട് മാറാറുണ്ട്. അപ്പൊ ഈ ചെമ്പ് കമ്പി ഇങ്ങനെ ചുരുട്ടി വെച്ചു എന്ന് വിചാരിക്കുക. അതിന്റെ അകത്തേക്ക് ഒരു പച്ചിരുമ്പിന്റെ കോർ ഇങ്ങനെ വെക്കുക. ഒരു ബാറ്ററി അല്ലെങ്കിൽ സെല്ലുമായി ബന്ധിപ്പിച്ച് വൈദ്യുതി കടത്തിവിട്ടാൽ ഇതൊരു എന്തായിട്ട് ആക്ട് ചെയ്യും? കാന്തമായിട്ട് ആക്ട് ചെയ്യും. ഇങ്ങനെ വൈദ്യുതി കടത്തിവിട്ടു എന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ നിന്ന് കിട്ടിയൊരു കൺക്ലൂഷനാ, ഇങ്ങനെ വൈദ്യുതി കടത്തിവിടുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും സൗത്ത് പോള്. അപ്പോൾ കറണ്ട് ഫ്ലോസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതാണ് വൈദ്യുതി പ്രവാഹം പ്രദക്ഷിണ ദിശയിൽ എന്ന് പറഞ്ഞേക്കുന്നത്. പ്രദക്ഷിണം എന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പൊ കറണ്ട് ഫ്ലോസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിൽ ബി സൗത്ത് പോൾ, ദക്ഷിണ ധ്രുവം ആയിരിക്കും. ആൻഡ് അറ്റ് ദ എൻഡ് അറ്റ് വിച്ച് കറണ്ട് ഫ്ലോസ് ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിൽ ബി ദ നോർത്ത് പോൾ. അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നോർത്ത് പോളും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്തോ ആയിരിക്കും? സൗത്ത് പോളും ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സോളിനോയിഡിന്റെ കാന്തശക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ? വൈദ്യുത പ്രവാഹ തീവ്രത അതുപോലെ ചുറ്റുകളുടെ എണ്ണം. ചുറ്റുകളുടെ എണ്ണം കണ്ടോ, ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ സോളിനോയിഡിന് ചുറ്റും ഉണ്ടാവുന്ന കാന്തിക മണ്ഡലം എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ അവിടെ എന്തും ഉണ്ടാവുന്നുണ്ട്? കാന്തിക മണ്ഡലവും രൂപപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത്. ഇനിയില്ലേ, ഈ ഒരു ടേബിളില് ബാർ കാന്തവും അതുപോലെ സോളിനോയിഡും തമ്മിൽ താരതമ്യം ചെയ്ത് എഴുതിയേക്കാം. ഈ ബാർ കാന്തത്തിന്റെ കാന്തശക്തി എന്തോ ആയിരിക്കും? സ്ഥിരമായിരിക്കും. പക്ഷേ സോളിനോയിഡിന്റെ കാന്തശക്തി താൽക്കാലികമായിരിക്കും. ഇനി അടുത്തത്, ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു ചാലകത്തിന്റെ ചലനദിശയെ ഏതെല്ലാം ഘടകങ്ങളാണ് സ്വാധീനിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, വൈദ്യുത പ്രവാഹ ദിശയും കാന്തിക മണ്ഡലത്തിന്റെ ദിശയും. വൈദ്യുത പ്രവാഹ ദിശയും കാന്തിക മണ്ഡലത്തിന്റെ ദിശയുമാണ് ചാലകത്തിന്റെ ചലനദിശയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇനി ഇവിടെ ഒരു ക്രമീകരണം വെച്ചിട്ടുണ്ട്. ഈ ക്രമീകരണത്തിലെ യു ആകൃതിയിലുള്ളൊരു മാഗ്നറ്റ്, യു ആകൃതിയിലുള്ളൊരു കാന്തമുണ്ട്. ഈ കാന്തത്തിന്റെ ധ്രുവങ്ങൾക്കിടയിൽ എന്തോ വെച്ചിട്ടുണ്ട്? AB എന്ന് പറയുന്ന സ്വതന്ത്രമായിട്ട് ചലിക്കാവുന്ന ഒരു ചാലകവും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ചാലകവുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു സ്വിച്ചും വെച്ചിട്ടുണ്ട്. ഇവിടെ
വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഈ ഒരു കാന്തത്തിന് സമീപം സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന ഈ ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുക എന്ന് വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ വൈദ്യുതി പ്രവഹിച്ചാൽ വൈദ്യുതി പ്രവാഹ ദിശ, കാന്തമണ്ഡലത്തിന്റെ ദിശ, അതുപോലെ ചാലകത്തിന്റെ ചലനദിശ എന്നിവ പരസ്പരം ലംബമായിരിക്കും, എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒരു കാന്തത്തിന് സമീപം സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന ചാലകം, ഇവിടെ ചാലകം ഏതാ? AB ആണ്. സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിച്ചാൽ ഈ വൈദ്യുത പ്രവാഹ ദിശ, കാന്തിക മണ്ഡലം, ഇവിടെ കാന്തം വെച്ചിട്ടുണ്ട്, കാന്തിക മണ്ഡലം ഉണ്ടാവുമല്ലോ, കാന്തിക മണ്ഡലത്തിന്റെ ദിശ, പിന്നെ ഈ ചാലകം ചലിക്കുന്നുണ്ടല്ലോ, ഈ ചാലകത്തിന്റെ ചലന ദിശ എന്നിവ എന്തോ ആയിരിക്കും? പരസ്പരം ലംബമായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇതിന്റെയൊക്കെ ദിശ അല്ലെങ്കിൽ വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളിൽ ചലനദിശ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ പേരാണ് ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. അപ്പോൾ വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളിൽ ചലനദിശ കണ്ടെത്താൻ സഹായകമായ ഒരു നിയമമാണ് ആരാവിഷ്കരിച്ചത്? ഫ്ലെമിംഗ് ആവിഷ്കരിച്ചത്. ഇതിന്റെ പേരാണ് ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. ഇതെന്താന്ന് വെച്ചാൽ പരസ്പരം ലംബമായിരിക്കും, പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാ പറഞ്ഞേ. നമ്മൾ ഈ ഇടത് കൈ ഇങ്ങനെ കയ്യിലെ വിരലുകൾ ഇങ്ങനെ വെക്കുവാണെങ്കിലേ, ഇടത് കൈയുടെ തള്ളവിരല്, ചൂണ്ടുവിരല്, അതുപോലെ നടുവിരല് എന്നിവ പരസ്പരം ലംബമായി പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചാൽ ഈ ചൂണ്ടുവിരല് സൂചിപ്പിക്കുന്നത് കാന്തിക മണ്ഡലത്തിന്റെ ദിശയിലും പിന്നെ നടുവിരല് സൂചിപ്പിക്കുന്നത് വൈദ്യുത പ്രവാഹ ദിശയിലുമായാൽ തള്ളവിരൽ ചാലകത്തിന്റെ ചലന ദിശയിലായിരിക്കും എന്നുള്ള റൂളാണ് ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം. അപ്പൊ ഇടത് കൈയുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ പരസ്പരം ലംബമായി വെച്ചാൽ ചൂണ്ടുവിരൽ, അതായത് 4 ഫിംഗർ എന്ന് പറയുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശയിലും നടുവിരൽ എന്ന് പറയുന്ന മിഡിൽ ഫിംഗർ വൈദ്യുത പ്രവാഹ ദിശയിലുമായാൽ തള്ളവിരൽ, തമ്പ് സൂചിപ്പിക്കുന്നത് എന്തിനെയായിരിക്കും? ചാലകത്തിന്റെ ചലന ദിശയെ ആയിരിക്കും. ഇനി ഒരു മോട്ടോർ പ്രവർത്തിക്കുന്ന തത്വമാണ് പറയുന്നത്, മോട്ടോർ തത്വം. എന്താണ് ഈ മോട്ടോർ തത്വം? ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ, നമ്മൾ നേരത്തെ ഒരു എക്സ്പെരിമെന്റ് ഇവിടെ ചെയ്തില്ലായിരുന്നോ, സ്വതന്ത്രമായി ചലിക്കുന്ന ചാലകം, അതിന്റെ കൺക്ലൂഷൻ പോലെ തന്നെയാണ് ഈ മോട്ടോറിന്റെ തത്വം. അതായത് ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചാലകത്തിൽ ഒരു ബലം ഉളവാകുകയും അത് ചലിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, ബലം ഉളവാകുകയും അത് ചലിക്കുകയും ചെയ്യുന്നു. അതായത് ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി, കറണ്ട് പ്രവഹിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലം ഉളവാകുകയും അത് ചലിക്കുകയും ചെയ്യുന്നു എന്ന തത്വമാണ് ഏത്? മോട്ടോർ തത്വം. അപ്പൊ ഈ മോട്ടോർ നമ്മൾ പ്രവർത്തിക്കുന്ന പല ഉപകരണങ്ങളിലും ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫാൻ, മിക്സി തുടങ്ങിയ വൈദ്യുത ഉപകരണങ്ങളിലൊക്കെ മോട്ടോർ തത്വമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ മോട്ടോർ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാ? ഫാൻ, മിക്സി മുതലായവ. ഇവിടെ വൈദ്യുത മോട്ടോർ, ഇലക്ട്രിക് മോട്ടോർ കാണിച്ചിട്ടുണ്ട്. ഈ വൈദ്യുത മോട്ടോറിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. എന്നും എസും എന്ന് പറഞ്ഞാൽ കാന്തത്തിന്റെ ധ്രുവങ്ങളാണ്. അപ്പൊ എന്നും എസ് എന്ന് പറഞ്ഞാൽ കാന്തിക ധ്രുവങ്ങളെയാണ് കാണിക്കുന്നത്. പിന്നെ അടുത്തത് എക്സ് വൈ എവിടെയാ? എക്സ് വൈ എന്ന് പറയുന്നത് ഈ മോട്ടോർ തിരിയുന്ന അക്ഷം എന്ന് വെച്ചാൽ ആക്സിസിനെയാണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് തിരിയുന്നത് കേട്ടോ, ഇങ്ങനെയാണ് മോട്ടോർ തിരിയുന്ന ആക്സിസിനെയാണ് കാണിച്ചേക്കുന്നത്. പിന്നെ ആർമേച്ചർ ആണ് ABCD, ഈ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ കാണുന്നില്ലേ, അതാണ് ആർമേച്ചർ. ഇനി B1ഉം B2ഉം ഈ കറുത്ത രണ്ടെണ്ണം ഇല്ലേ, അത് ബ്രഷുകളാണ്. എന്തിന്റെ ബ്രഷാണ്? ഗ്രാഫൈറ്റ് ബ്രഷ്. പിന്നെ ഈ R1ഉം R2 എന്ന് വെച്ചാൽ റിങ്ങുകളാണ്, സ്പ്ലിറ്റ് റിങ്ങുകൾ എന്ന് വെച്ചാൽ രണ്ടിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത റിങ്സ് അല്ലേ, എന്ന് വെച്ചാൽ പൊട്ടി പോലത്തെ റിങ്സ് ആണ്. സ്പ്ലിറ്റ് റിങ്ങുകളെയാണ് കാണിക്കുന്നത്. അപ്പോൾ വൈദ്യുത മോട്ടോറിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാ? കാന്തിക ധ്രുവങ്ങളുണ്ട്, മോട്ടോർ തിരിയുന്ന അക്ഷമുണ്ട്, പിന്നെ ആർമേച്ചർ ഉണ്ട്, ഗ്രാഫൈറ്റ് ബ്രഷുകളുണ്ട്, സ്പ്ലിറ്റ് റിങ്ങുകൾ ഉണ്ട്. ഈ ആർമേച്ചർ എന്ന് പറയുന്ന ഭാഗം ഇല്ലേ, ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലെ, ഇതെന്തുവാണ്? പച്ചിരുമ്പ് കോറിന് മുകളിൽ ചുറ്റിയ കമ്പിച്ചുരുളാണ് ഈ ഒരു ആർമേച്ചർ. പച്ചിരുമ്പ് കോറിന് മുകളിൽ ചുറ്റിയ കമ്പിച്ചുരുളാണ് ഏതെന്ന് പറയുന്നത്? ഈ ആർമേച്ചർ. ഈ ആർമേച്ചർ
തിരിയാൻ പറ്റും, സ്വതന്ത്രമായിട്ട് തിരിയാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ സ്വതന്ത്രമായി തിരിയത്തക്ക രീതിയിൽ തിരച്ചീനം എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. തിരച്ചീന ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടല്ലേ വെച്ചേക്കുന്നത്, വെർട്ടിക്കൽ ആയിട്ടല്ലല്ലോ ആർമേച്ചർ വെച്ചേക്കുന്നത്, ഹൊറിസോണ്ടൽ ആയിട്ടല്ലേ. അപ്പോൾ സ്വതന്ത്രമായി തിരിയത്തക്ക രീതിയിൽ തിരച്ചീനമായി സ്ഥിതി ചെയ്യുന്ന മോട്ടോറിന്റെ ഭാഗം ഏതാണ്? ആർമേച്ചർ ആണ്. ഇനി ഈ സ്പ്ലിറ്റ് റിങ്ങുകൾ R1 ഉം R2 ഉം എന്തിനാ വെച്ചേക്കുന്നത്? ഈ മോട്ടോറിന്റെ ഓരോ അർദ്ധഭ്രമണം എന്ന് വെച്ചാൽ ഹാഫ് റൊട്ടേഷൻ ഇല്ലേ, ഹാഫ് റൊട്ടേഷന് ശേഷം സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പ്ലിറ്റ് റിങ്ങുകൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ സ്പ്ലിറ്റ് റിങ്ങുകളുടെ ജോലി എന്താ? മോട്ടോറിന്റെ ഓരോ അർദ്ധഭ്രമണത്തിന് ശേഷവും സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാനാണ് ഈ സ്പ്ലിറ്റ് റിങ്ങുകൾ സഹായിക്കുന്നത്. ഈ സ്പ്ലിറ്റ് റിങ്ങുകൾ ഇങ്ങനെ ദിശ മാറ്റാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഇവയെ എന്തെന്ന് വിളിക്കാം? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററുകൾ. കമ്മ്യൂട്ടേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്ന ഉപകരണങ്ങളല്ലേ. അപ്പോൾ ഇതിനെ ഈ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ സ്പ്ലിറ്റ് റിങ്ങുകളെ എന്തെന്ന് വിളിക്കാം? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററുകൾ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ മോട്ടോറിന്റെ ഭ്രമണം തുടർച്ചയായി നിലനിൽക്കണമെങ്കിൽ ആർമേച്ചറിലൂടെയുള്ള വൈദ്യുത പ്രവാഹ ദിശ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കണം. ഓരോ അർദ്ധഭ്രമണത്തിനു ശേഷവും സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്നത് സ്പ്ലിറ്റ് റിങ്ങുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററുകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ മോട്ടോർ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഏത്? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ എന്തിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നതാണ്? ഈ മോട്ടോർ തത്വത്തിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നതാണ്. നമ്മൾ സാധാരണ കാണുന്ന സ്പീക്കർ ഇല്ലേ, അത് സങ്കല്പിച്ചാൽ മതി. ഇങ്ങനെ സ്പീക്കറിൽ കൂടെ സൗണ്ട് വരുന്ന ഇങ്ങനത്തെ ഒരു സ്പീക്കർ ഇല്ലേ, അത് സങ്കല്പിച്ചാൽ മതി. അവിടെ പച്ചിരുമ്പ് കവചമുണ്ട്, ഡയഫ്രം ഉണ്ട്. ഈ പച്ചിരുമ്പ് കവചത്തിലാണ് ഈ ഡയഫ്രം ഘടിപ്പിച്ചേക്കുന്നത്. പിന്നെ ഒരു വോയിസ് കോയിലുണ്ട് സൗണ്ട് വരാൻ വേണ്ടിയിട്ട്. ഒരു പച്ചിരുമ്പ് കോറുണ്ട്, പിന്നെ കണക്റ്റിംഗ് വയേഴ്സ് ഉണ്ട്. ഇത്രയാണ്. അതുപോലെ ഒരു ഫീൽഡ് കാന്തം ഉണ്ട്. അപ്പോൾ ഫീൽഡ് കാന്തത്തിന്റെ നടുക്കാണ് ഏതിരിക്കുന്നത്? പച്ചിരുമ്പ് കോറ്. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സംഗതിയും ഇവിടെ വന്നിട്ടുണ്ട്. ഫീൽഡ് കാന്തം, ഒരു കാന്തമുണ്ട്, കാന്തത്തിന്റെ നടുക്കൊരു പച്ചിരുമ്പ് കോറ് വരുന്നുണ്ട്, പിന്നെ ഒരു പച്ചിരുമ്പ് കവചം വരുന്നുണ്ട്, പിന്നെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഏത്? ഡയഫ്രം. അപ്പൊ ഈ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൽ മൈക്രോഫോണിൽ നിന്ന് വരുന്ന സൗണ്ടാണ് ഈ സ്പീക്കറിൽ കൂടെ വലുതായിട്ട് ആംപ്ലിഫൈ ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൽ മൈക്രോഫോണിൽ നിന്നെത്തുന്ന വൈദ്യുത സ്പന്ദനങ്ങളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നത് ഏതാണ്? ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫയർ. മൈക്രോഫോണിൽ നിന്നെത്തുന്ന വൈദ്യുത സ്പന്ദനങ്ങളെ ആംപ്ലിഫയർ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തി ലൗഡ് സ്പീക്കറിന്റെ വോയിസ് കോയിലിലൂടെയാണ് കടത്തിവിടുന്നത്. ഈ വൈദ്യുത സ്പന്ദനങ്ങൾക്ക് അനുസൃതമായി കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുന്ന വോയിസ് കോയിൽ എന്ത് ചെയ്യും? മുന്നോട്ടും പുറകോട്ടും അതിവേഗം ചലിക്കും. ഈ വോയിസ് കോയിൽസ് ഇല്ലേ, മുന്നോട്ടും പുറകോട്ടും എന്ത് ചെയ്യും? അതിവേഗം ചലിക്കും. അപ്പൊ ഈ ചലനങ്ങൾ വരുമ്പം ഡയഫ്രവും ചലിക്കും. ഡയഫ്രോം എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ ഡയഫ്രോം ചലിക്കുകയും ശബ്ദം പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് മൈക്രോഫോണിൽ കൂടെ വരുന്ന സൗണ്ട് ലൗഡ് സ്പീക്കറിൽ കൂടെ വലുതായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഈ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൽ മൈക്രോഫോണിൽ നിന്നെത്തുന്ന വൈദ്യുത സ്പന്ദനങ്ങളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഏതാ? ആംപ്ലിഫയർ ആണ്. ഈ വൈദ്യുത സ്പന്ദനങ്ങൾക്ക് അനുസൃതമായി കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുന്ന വോയിസ് കോയിൽ മുന്നോട്ടും പിന്നോട്ടും അതിവേഗം ചലിക്കുന്നു. ഈ ചലനങ്ങളാണ് ഡയഫ്രത്തെ ചലിപ്പിക്കുന്നതും ശബ്ദം പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ വോയിസ് കോയിലിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് മുന്നോട്ടും പിന്നോട്ടും ചലിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ചലനം ഡയഫ്രത്തെ ചലിപ്പിക്കുകയും സൗണ്ട് വലുതായിട്ട് പുറത്തു വരികയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നോക്കേണ്ടത് ആദ്യത്തേത് ഈസ്റ്റഡിന്റെ കാര്യം, ഈ ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞന്റെ കാര്യം, പിന്നെ വലത് കൈ പെരുവിരൽ നിയമം, ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം, വൈദ്യുത മോട്ടോർ തത്വം, ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. ഇത്രയാണ് ഇതിൽ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം. ഓക്കെ, ഒരു സെയിം കാര്യം തന്നെയാണ് പല പല കണ്ടീഷനിൽ അല്ലെങ്കിൽ പല പല സിറ്റുവേഷനിൽ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ. ബാക്കി ഈ വിലയിരുത്തൽ ചോദ്യങ്ങളില്ലേ, ഇതിന്റെ ആൻസേഴ്സ് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്ത് തന്നേക്കാവേ. ഇത് ജസ്റ്റ് എല്ലാം ഒരു എക്സ്പെരിമെന്റ് രീതിയിൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലാതെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലല്ല, ഒരു എക്സ്പെരിമെന്റ് വഴി സ്കൂൾ പിള്ളേർക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇത് എന്തായാലും ഒന്ന് നോക്കിയിരിക്കുക, ഞാൻ ആൻസേഴ്സ് ഷെയർ ചെയ്ത് തന്നേക്കാം. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.